നോമ്പിൻ്റെ കാലഘട്ടത്തിൽ കർത്താവ് മനുഷ്യരോട് സംസാരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ ഈ നോമ്പ് കാലഘട്ടത്ത് മനുഷ്യരുമായിട്ട് കർത്താവ് ഇടപെടുമ്പോൾ, മനുഷ്യരോട് സംസാരിക്കുമ്പോൾ കർത്താവ് ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക്, ആ വാക്ക് എന്താണെന്നറിയാമോ? റിട്ടേൺ, തിരിച്ചു വരിക, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരിക. പഴയ നിയമത്തിൽ ഏകദേശം 1000-ലേറെ തവണ ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, 1-2 പ്രാവശ്യമല്ല. അതുകൊണ്ട് ഈ വാക്കിന് ചില്ലറ പ്രാധാന്യമൊന്നുമല്ല, വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട്. എന്താ നമ്മുടെ ഉള്ളിൽ ആഗ്രഹം? എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കപ്പെടുക. ഭൗതിക മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ എങ്ങനെയെങ്കിലും ഒന്ന് അനുഗ്രഹിക്കപ്പെടുക, ഒന്ന് ഉയർച്ച പ്രാപിക്കുക, ഒന്ന് അഭിവൃദ്ധി പ്രാപിക്കുക. പക്ഷേ കർത്താവിൻ്റെ ആഗ്രഹം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മനുഷ്യർ തിരിച്ചു വരിക. കർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായതുകൊണ്ടാണ് പഴയ നിയമത്തിൽ 1000-ലേറെ തവണ ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് സത്യമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് എടുത്തു നോക്കി. നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ട് വരും. ആ ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ എപ്പോഴും വരും. ആ ആഗ്രഹത്തെക്കുറിച്ച് നമ്മൾ എപ്പോഴും സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് മനുഷ്യ മക്കൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞു. റിട്ടേൺ അല്ലെങ്കിൽ മടങ്ങി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ടു മേക്ക് എ യു ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനമൊക്കെ ഓടിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. ഇനി വാഹനം ഓടിക്കാത്ത ആൾക്കാരാണെങ്കിൽ വാഹനം ഓടിക്കുന്ന ആൾക്കാരോടൊന്ന് ചോദിച്ചാൽ മതി, എന്താണ് യു ടേൺ എന്ന്. കർത്താവിൻ്റെ സന്നിധിയാകുന്ന ആ പോയിന്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഈ വാഹനം ഓടിക്കുന്ന ആൾക്കാർക്ക് അവരൊരു യു ടേൺ എടുത്ത് അവരത് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്താ? അവർ പോകുന്ന റൂട്ട് തെറ്റാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവർ യു ടേൺ എടുക്കുന്നത്. കാരണം മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വിധത്തിലും അവരാഗ്രഹിക്കുന്ന സ്ഥലത്ത് അവർ എത്തില്ല എന്ന് അവർക്ക് ഉറപ്പായിട്ടും അറിയാം. അതുകൊണ്ടാണ് അവർ യു ടേൺ എടുക്കുന്നത്. ഇതുകൊണ്ടാണ് നോമ്പ് കാലത്ത് കർത്താവ് പറയുന്നത് യു ടേൺ എടുക്കുക. ഇപ്പം നീ പോയിക്കൊണ്ടിരിക്കുന്ന നിൻ്റെ ഈ റൂട്ടിൽ നീ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെ എത്താൻ പോകുന്നില്ല, ഒരനുഗ്രഹത്തിലേക്കും എത്താനായിട്ട് പോകുന്നില്ല, വലിയ നാശത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് തിരിച്ചു വരിക. നമ്മൾ ആഗ്രഹിച്ച ഒരു തലത്തിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ, നമുക്ക് ആഗ്രഹിച്ച ഒരു അനുഗ്രഹം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. നമ്മുടേതായിട്ടുള്ള റൂട്ടിൽ, പാപത്തിൻ്റെ റൂട്ടിൽ, തിന്മയുടെ റൂട്ടിൽ, അനീതിയുടെ റൂട്ടിൽ ആ ഒരു വഴി കൂടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഒരിക്കലും എത്തിയല്ല. പിന്നെ ഈ യു ടേൺ എടുക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വേറെ ഒരു കാര്യം കൊണ്ട് നടക്കണം. അതെന്താണെന്നറിയാമോ? അതറിയണമെങ്കിൽ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതം ഒന്ന് വായിച്ചു നോക്കുക. അവിടെ വചനം പറയുന്നു, അപ്പോൾ അവന് സുബോധമുണ്ടായി, അവൻ പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ എത്രയോ ദാസന്മാർ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നു, ഞാനോ ഇവിടെ വിശന്ന് മരിക്കുന്നു. ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുത്തേക്ക് പോകും, ഞാൻ അവനോട് പറയും, പിതാവേ, സ്വർഗത്തിനെതിരായി നിന്റെ മുൻപിലും ഞാൻ പാപം ചെയ്തു. പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയുടെ ഉള്ളിൽ നടന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. കർത്താവിൻ്റെ വചനമാണത്. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുലിഖിതമാണ് ഇവിടെ ഏറ്റവും കാതലായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താ അവിടെ ഉണ്ടായേ? അവന് സുബോധമുണ്ടായി. ഈ സുബോധമില്ലെങ്കിൽ ഒരിക്കലും യു ടേൺ എടുക്കാനായിട്ട് പറ്റില്ല. കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാനായിട്ട് പറ്റില്ല. തെറ്റായിട്ടുള്ള വഴികളിൽ, പാപത്തിൻ്റെ വഴികളിൽ, തിന്മയുടെ വഴികളിൽ ജീവിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഈ കുമ്പസാരിക്കാൻ പോകത്തെന്നറിയാമോ? എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു വരാത്തതെന്നറിയാമോ? അവർക്ക് സുബോധം എന്നുള്ള വലിയൊരു ദൈവിക ജ്ഞാനമില്ല. ആ ജ്ഞാനം അവരിൽ നിന്നില്ലാതായതുകൊണ്ടാണ്, അത് അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതുകൊണ്ടാണ് അവർക്ക് ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരാൻ പറ്റാത്തത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുന്ന വഴി, പോകുന്ന റൂട്ട് തെറ്റാണെന്നുള്ളൊരു തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് എന്നുണ്ടാകുന്നോ അന്നാണ് ആ വ്യക്തി അനുഗ്രഹത്തിലേക്ക് നടക്കാനായിട്ട് പോകുന്നത്. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ യു ടേൺ എടുക്കുമ്പോൾ നടക്കുന്ന 2 പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയുമോ? ഒന്ന്, നമ്മുടെ ബലഹീനതകൾ കർത്താവിൻ്റെ മുൻപിൽ ഏറ്റുപറയുന്നു. ആ സമയം കർത്താവിൻ്റെ വിശ്വസ്തത എന്താണെന്ന് നമ്മൾ അനുഭവിച്ചറിയുന്നു. അത് ദൈവം അംഗീകരിച്ച് അവിടെ വലിയ ക്ഷമയും വലിയ കരുണയും ലഭിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം അവൻ്റെ വിശ്വസ്തത, അവൻ്റെ സ്നേഹം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണത്. പ്രിയപ്പെട്ടവരെ, നോമ്പ് കാലം അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള സമയമല്ല കേട്ടോ. നോമ്പ് കാലം ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വന്ന് നമ്മുടെ കുറവുകൾ ഏറ്റുപറയാനുള്ള സമയമാണ്. നമുക്ക് വേണ്ട അനുഗ്രഹങ്ങൾ എന്താണോ അത് കർത്താവിൻ്റെ പദ്ധതിയിലുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടേണ്ട. ദൈവ തിരുസന്നിധിയിലേക്ക് മടങ്ങി വരിക. ബാക്കി കാര്യങ്ങളെല്ലാം കർത്താവ് നോക്കിക്കോളും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കർത്താവ് നമുക്ക് ചെയ്തു തരും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ ഞാനായിരിക്കുമ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു.
ഞാൻ പോകുന്ന വഴികൾ തെറ്റാണെങ്കിൽ, പാപത്തിൻ്റെ തിന്മയുടെ വഴികളിലൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നതെങ്കിൽ, അത് മനസ്സിലാക്കാൻ ഉള്ള ആ വലിയ സുബോധം എനിക്ക് നൽകണമേ, ആ ജ്ഞാനം എനിക്ക് നൽകണമേ. ഈ ജ്ഞാനം ഈ സുബോധം എന്നിലില്ലെങ്കിൽ എൻ്റെ കുറവുകളെ എനിക്കൊരിക്കലും കണ്ടെത്താനായിട്ട് പറ്റില്ല. നിൻ്റെ കുറവുകളെ, നിൻ്റെ ബലഹീനതകളെ നീ തന്നെ കണ്ടെത്തുമ്പോഴാണ് നിനക്ക് കർത്താവിലേക്ക് തിരിച്ചു പോകുവാനായിട്ടുള്ള വലിയൊരു അഭിഷേകം കിട്ടുക. നമ്മുടെ തിരിച്ചുവരവിനായിട്ട് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തിരുസന്നിധിയിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവ് നൽകുന്ന വിശുദ്ധീകരണത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെടുക. ഈ സമയം നമ്മുടെ ഉള്ളിൽ വലിയൊരു അനുതാപവും വിശുദ്ധീകരണവും ദൈവസാന്നിധ്യത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായിട്ട് നമുക്ക് ഒരു ആശീർവാദം സ്വീകരിക്കാം.